വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണമേ, അവരെൻ്റെ കൊച്ചുനാളിൽ എന്നോട് റഹ്മത്ത് ചെയ്ത പോലെ. ആ ഉമ്മയോട് ഉപ്പയോട് അവരുടെ പേര് വിളിക്കാൻ പാടില്ലെന്നാണ്. ആ ഉമ്മയോട് ഉപ്പയോട് അവരെന്താണോ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് പറയുന്നത്, ഹലാലുകൾ പറയുന്നത്, അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നോൺ നെഗോഷിയബിൾ ഫാക്ട്സ്. ഇതിലൊന്നും പിന്നെ വേറൊരു ചോദ്യം, ഡിസ്കൗണ്ട് ചോദിക്കാനില്ല. അങ്ങനത്തെ വിഷയങ്ങളാണിത്. മാതാപിതാക്കളോട് സമ്മതം പറയാതെ ചോദിക്കാതെ ദീർഘയാത്ര പോകരുത്. എന്തിനേറെ ഉറങ്ങാൻ കിടക്കാൻ പോകുമ്പോ മാതാവിനോടോ പിതാവിനോടോ അവരവിടെ ഉണ്ടെങ്കിൽ, അരികത്തുണ്ടെങ്കിൽ, ഉമ്മ ഞാൻ കിടക്കാൻ പോകുന്നു എന്ന് ഉമ്മയോടോ ഉപ്പയോടും പറയൽ നിർബന്ധമാണ്. അതൊരു അദബാണ്. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ മാതാപിതാക്കൾ വീടിന്റെ പുറത്തുനിന്ന് യാത്ര കഴിഞ്ഞ് കടന്നു വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങളും അവരും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ മക്കൾ ഒരിക്കലും ഉമ്മയുടെയോ ഉപ്പയുടെയോ മുമ്പിൽ നടക്കരുത്, ബാക്കിലാണ് നടക്കേണ്ടത്. പക്ഷെ അവർക്ക് സംരക്ഷണം കൊടുക്കാനോ മറ്റോ ഇരുട്ടാണ്, വെളിച്ചം കാണിക്കണം, ഒരു തടസ്സമുണ്ടോ നീക്കിക്കൊടുക്കണം, അങ്ങനെയൊക്കെ മുമ്പിൽ നടക്കാം. അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മുമ്പിൽ നടക്കാൻ പാടില്ലെന്നാണ്. അവരെ കാണുമ്പോൾ സലാം പറയണം, അവരെ കാണുമ്പോൾ സലാം പറയണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറി വരുമ്പോഴും അവരെ അഭിമുഖീകരിക്കണം, അവരോട് സലാം പറയണം. മാതാപിതാക്കളെങ്ങാനും വാർദ്ധക്യത്തിലേക്ക് കടന്നാൽ തീർച്ചയായും അവർക്ക് ഒരുപാട് സഹായം ആവശ്യമായ നേരമാണ്. അവർക്ക് കൈപിടിക്കണം, അവരോട് സോഫ്റ്റ് ആയിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. പിന്നെ പറഞ്ഞു, മാ ബർറ ബിഅബവൈഹി മൻ അഹദ്ദ അൻ-നദറ ഇലൈഹിമാ. കുട്ടികളെ കേൾക്കണേ, മാതാപിതാക്കളോട് കണ്ണുകൂർപ്പിച്ച് നോക്കിയവൻ മാതാപിതാക്കളോട് നന്മ ചെയ്തവനല്ല. കൂർപ്പിച്ച് പേടിപ്പിച്ച് നോക്കി കുട്ടികളുടെ നോട്ടം നോക്കുന്ന ഇങ്ങനെ ദേഷ്യം പിടിച്ചൊരു നോട്ടം. മാ ബർറ ബിഅബവൈഹി മൻ അഹദ്ദ അൻ-നദറ ഇലൈഹിമാ. അഹദ്ദ അൻ-നദർ എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുക. ചില കുട്ടികളുടെ ഇങ്ങനെ നോട്ടം നോക്കല്ലേ, ദേഷ്യം പിടിച്ചാല്. എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ? ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചുപോയവരാണെങ്കിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നൂഹ് നബിയുടെ ദുആയുണ്ട്. റബ്ബിഗ്ഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണമേ. മാതാപിതാക്കൾ ഒരുപക്ഷെ ഇച്ചിരി സ്വഭാവം മോശമാണെങ്കിലും അവരോട് നമ്മൾ നന്മ ചെയ്യണമെന്ന്. സ്വല്ലു അല നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.